Alhamdulillah Rabbil Alameen. As-salatu was-salamu ala rasulihil ameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون صدق الله. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളും. നമ്മൾ ഏതാനും ഖുത്ബകളിലായി മഹ്ശറയിൽ തണൽ ലഭിക്കുന്ന അനുഗ്രഹീതരെ കുറിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇനി മഹ്ശറയിൽ തണൽ കിട്ടേണ്ട മറ്റൊരു വിഭാഗം വറജുലുൻ തസദ്ദഖ ബിയമീനിഹി ലാ യഅലമു ശിമാലഹു, തൻ്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദഖ ഇടത് കൈ അറിയാത്ത വിധം ദാനം ചെയ്യുന്നയാൾ, അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യുന്ന ആളുകൾക്ക് നാളെ മഹ്ശറയിൽ തണൽ കിട്ടും എന്നാണ് പറഞ്ഞതിനർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, عن عقبة بن عامر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാം, കുല്ലു ഇംറിഇൻ ഫീ ളില്ലിൻ സദഖത്തിൻ ഹത്താ യുഫ്സല ബൈനൻ നാസ്, പരലോകത്ത് ഓരോ മനുഷ്യനും അവൻ്റെ സദഖയുടെ തണലിലായിരിക്കും. ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാകുന്നത് വരെ, അഥവാ ജനങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കപ്പെടുന്നത് വരെ അള്ളാഹുവിൻ്റെ തണലിലായിരിക്കും, സദഖയുടെ തണലിലായിരിക്കും അവരുണ്ടാവുക. ഇപ്പം പരലോകത്ത് തണൽ ലഭിക്കാൻ സഹായകമായൊരു വലിയ സംഗതിയാണ് സദഖ എന്നാണ് രണ്ട് ഹദീസുകളിലും വിശദീകരിക്കുന്നത്. പരലോകത്ത് തണൽ മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ സംഗതികളിലും അള്ളാഹുവിൻ്റെ ഔദാര്യവും സഹായവും വിജയവും ലഭിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു അമലു സാലിഹാത്ത് സദഖയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലും ഹദീസിലും ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ വളരെ കുറവാണ്. അത്രയും ശക്തമായി
സദക്കയെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പരീക്ഷണങ്ങളിലെ മുഖ്യമായൊരു ഘടകം സമ്പത്താണ്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലുഹും ബിഅന്ന ലഹുൽ ജന്ന. നമ്മുടെ ശരീരവും സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു, സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞിട്ട്. നമ്മളെ ശാരീരികമായി അല്ലാഹു പരീക്ഷിക്കും, സാമ്പത്തികമായി പരീക്ഷിക്കും. ഈ സാമ്പത്തിക പരീക്ഷയിൽ വിജയിച്ചെങ്കിലേ സ്വർഗത്തിലെത്താൻ പറ്റും, ഇഹലോകത്തും വിജയം കിട്ടും. അതിനാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് സമ്പത്ത്. അല്ലാഹു നമ്മളെ തൽക്കാലം ഏൽപ്പിച്ചതാണ് എന്ന വസ്തുത അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീ. അല്ലാഹു നിങ്ങളുടെ പിന്തുടർച്ച നൽകപ്പെട്ടവർ, അതായത് നിങ്ങൾക്ക് പ്രാതിനിധ്യം തൽക്കാലം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പണം പിന്തുടർച്ച നൽകപ്പെട്ടവരാക്കിയിരിക്കുകയാണ്. അല്ലാഹുടെ മുതലാ തൽക്കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാനം ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊക്കെ പറയുമ്പോൾ അല്ലാഹു തആല സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് കൊടുക്കാനാണ് പറയുന്നത്. അഥവാ നമ്മുടെ പക്കലുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹിൻ്റേതാണ്. അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവിൻ എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം ആ സമ്പത്ത് അള്ളാഹിൻ്റെ എന്ന് പറഞ്ഞത് പരമാവധി സമ്പത്ത് ധൂർത്തടിക്കുകയും ചെയ്യരുത്, പിശുക്ക് കാണിക്കുകയും ചെയ്യരുത്. സാമ്പത്തിക വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ. നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഇഖ്താറും പാടില്ല, ഇസ്രാഫും പാടില്ല. രണ്ടിൻ്റെ ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെലവഴിക്കണം. ലാ തജാൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനുഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി ഫതഖൂദ മലൂമ മഹ്സൂറ. നിന്റെ കൈ നീ പിരേടിയിലേക്ക് ബന്ധിച്ചു വെക്കരുത്, അത് മുഴുവനായി അങ്ങ് നീട്ടിക്കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ നിന്നതിനും കഷ്ടപ്പെടുന്നവരുമായി തീരും. അങ്ങനെ സമ്പത്ത് വളരെ ക്രമത്തിൽ നല്ല രീതിയിൽ ചെലവഴിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു തആല ഈ സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും കൂടി ഉദ്ദേശിച്ച് കൊടുത്തതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു പരീക്ഷ വെച്ചതാണ്. ചിലരുടെ കയ്യിൽ അധികം കൊടുത്തിട്ട് മറ്റു ചിലർക്ക് കുറവ് കൊടുക്കുക. എന്നിട്ട് അധികം കൊടുത്തവരോട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മാ അഫാ അല്ലാഹു അലാ റസൂലിൻ മിൻ അഹ്ലിൽ ഖുറാ വലില്ലാഹി വലിർറസൂൽ വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകിൻ വബിനിസ് സബീൽ കൈലാ യകൂന ദൂലത്തും ബൈനൽ അഗ്നിയാഇ മിൻകും. അള്ളാഹു അവൻ്റെ റസൂലിനും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൈവരുത്തി കൊടുത്തതെന്തോ അതും അള്ളാഹുവിനും റസൂലിനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഒക്കെ ഉള്ളതാണ് ഈ സമ്പത്ത്. ആ ധനം നിങ്ങളിൽ അഥവാ നിങ്ങളുടെ ധനികർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നായി മാറരുത്. ക്യാഷ് ഇങ്ങനെ ആളുകൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. ദൂലത്തും ബൈനൽ അഗ്നിയാ എന്നാണ് പഠിപ്പിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ ഈ സമ്പത്ത് അള്ള പറഞ്ഞ പോലെയാണ് ചെലവഴിക്കേണ്ടത്. സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അള്ളയാണെങ്കിൽ അള്ള പറഞ്ഞ പോലെ ചെലവഴിക്കണം. അതിന് അല്ലാഹു തആല പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങളെ സമ്പത്ത് ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്, നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് മാത്രമുള്ളതാണെന്നുള്ളത് ഇസ്ലാം വിരുദ്ധമായ കാഴ്ചപ്പാടാണ്. ജാഹിലിയത്ത് നമ്മളെ പഠിപ്പിച്ചതാണ്, എൻ്റെ കാശ് എനിക്കുള്ളതാണ് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. നിൻ്റെ കയ്യിലുള്ള കാശ് നിനക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ്. ഇപ്പം മറ്റുള്ളവർക്കും കൂടി ഉള്ള സ്വത്തിൽ ഏതെങ്കിലും ആളുകൾ ഭക്ഷണം കിട്ടാതെയോ വസ്ത്രം കിട്ടാതെയോ വിഷമിച്ചാൽ അതിന് കാരണം ഈ ഉള്ള ആളാണ്. അതാണ് റസൂൽ പറഞ്ഞത്, ഇദാ ജാഉ ഔറു ഇല്ലാ ബിമാ യസ്നഉൽ അഗ്നിയാ. ആരെങ്കിലും സമൂഹത്തിൽ ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയും വിഷമിക്കുന്നുണ്ടെങ്കിൽ കാരണക്കാർ സമ്പന്നരാണ്, ആരുടെ കാശ് കയ്യിലുള്ള ആളുകളാണ് കാരണക്കാർ. കാരണം അവരോട് അള്ള ഏൽപ്പിച്ചതാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
നാളെ പരലോകത്ത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതായത് മൊത്തം പറഞ്ഞിട്ട് അതിലെടുത്തു പറഞ്ഞ വിഷയം വാൻ മാലിഹി മിൻ ഐനക്തസബഹു ഫീ മൻഫഖഹു. സമ്പത്തിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും, എവിടുന്ന് കിട്ടി ഓരോ കാശും എവിടെ ചെലവഴിച്ചു എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഹദീസുകളിലും ഖുർആനിലും നമുക്ക് ധാരാളം ദാനം ചെയ്യാനുള്ള പ്രോത്സാഹനം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ദാനം ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുല്ലി ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാത്ത വയുൻഫിഖൂ മിമ്മാ റസഖ്നാകും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. എൻ്റെ ദാസന്മാരോട് പറയണം, നമസ്കാരം നിലനിർത്താനും രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യാനും പറയണം അവരോട്. ആ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പായി അവിടെ ഒരു രഹസ്യ ഇടപാടുകളോ മറ്റു കാര്യമോ ഒന്നും നടക്കില്ല. അങ്ങനത്തെ ഒരു ദിവസം വരുന്നതിന് മുമ്പ് മാക്സിമം ദാനം ചെയ്യാൻ വേണ്ടി ദാസന്മാരോട് പറയണം. ഫത്തഖുല്ലാഹ മസ്തതാഅതും വസ്മഉ വഅതിഉ വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും വമൻ യൂഖ ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതിനാൽ സാധ്യമായ വിധം അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾ ചെയ്യുക, അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായ വിധത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളതൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാണ്, മനസ്സിൻ്റെ പിശുക്കിന്ന് കാത്ത് രക്ഷപ്പെടുന്നു അവൻ തന്നെയാണ് വിജയിച്ചാൽ. നമുക്കൊരു പിശുക്കുണ്ടാവും, ആ പിശുക്കിന്ന് ഇങ്ങോട്ട് കടക്കാൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു. എൻ്റെ മുതൽ അതെനിക്കിങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ആ പിശുക്കിന്ന് ഒരാൾക്കിട്ട് കടന്ന് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളൊരു മനസ്സിലേക്കുള്ള ഒരാളിൻ്റെ കടന്ന് കിട്ടിയാൽ അഫ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അയാളാണ് വിജയിച്ച മനുഷ്യൻ. അതുകൊണ്ട് അങ്ങനെ കൊടുത്താലുള്ള ഗുണം പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ ദുനിയാവിൽ വർദ്ധിക്കും ചെയ്യും, പരലോകത്ത് വിജയവും കിട്ടും. അതായത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ വലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രാവും പകലും രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. വേറെ ഭാഗത്ത് പറഞ്ഞു അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക, എന്നിട്ട് അത് എടുത്തു പറഞ്ഞ ആളുകളെ ശല്യപ്പെടുത്താതിരുന്നാൽ, കൊടുത്തതിന് ശേഷം ആൾക്കാരെ ശല്യപ്പെടുത്താതിരുന്നാൽ അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്ക വലിയ പ്രതിഫലമുണ്ട്, അവർക്കൊരു ദിവസം അവർക്ക് ഭയപ്പെടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടു നോക്കിയേ, അൽ യദുൽ ഉൽയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ. താഴ്ന്നു നിൽക്കുന്ന കൈയിനേക്കാൾ നല്ലതാണ് ആ ഉയർന്നു ഇങ്ങനെ കൊടുക്കുന്ന കൈ. വഅബ്ദഉ ബിമൻ തഊൽ. നീ നിർബന്ധമായും ചെലവഴിക്കേണ്ടവരിൽ ആദ്യം തുടങ്ങുക. ആദ്യം ആർക്കാണോ ആദ്യം, അടുത്ത ബന്ധുക്കളും മറ്റൊക്കെയാണ് ദാനം പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. വഖൈറു സദഖത്തി അൻ ലഹരിൽ ഖിനാ. ഏറ്റവും ഉത്തമമായ ധർമ്മം ധന്യാവസ്ഥയിലുള്ളതാണ് എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചിട്ട് വളരെ ആ സദക്കയെക്കുറിച്ച് വമൻ യസ്തഗ്നാ യുഗ്നിഹില്ലാ, ആരെങ്കിലും ദാനം ചെയ്യുക പ്രകടിപ്പിക്കുക, അള്ളാഹു അയാളെക്കുറിച്ച് സംതൃപ്തനാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞത്, വലാ തുഖി യുഖി അലൈ വലാ തുഹ്സി ഫയുഹ്സിയ അല്ലാഹു അലൈ. ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിൻ്റെ വായ് മൂടിക്കെട്ടി വെക്കരുത്. മുതലവിടെ മൂടിക്കെട്ടി വെക്കരുത്, അപ്പോൾ അള്ളാഹു നിനക്കൊന്നും തരാതെ മൂടി വെക്കും. നീ എണ്ണിത്തെട്ടിപ്പെടുത്തി ഇങ്ങനെ എണ്ണിക്കണക്കാക്കി ഇങ്ങനെ മുതലിങ്ങനെ ബാങ്ക് ബാലൻസ് ആയിട്ട് ഇങ്ങനെ കണക്കാക്കി വെക്കരുത്, അപ്പോൾ അള്ളാഹു നിനക്ക് വിട്ടു തരാതെ അവനും എണ്ണിക്കണക്കാക്കി വെക്കും, തരാതിരിക്കും. ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നൊരു കാര്യം, എത്ര ദാനം ചെയ്തോ അത്രയും അള്ളാഹു മുതൽ വർദ്ധിപ്പിച്ചു തരുന്ന. പക്ഷെ അതിന് ഈമാൻ വേണം, എന്നാലും ഇത് കൊടുത്താൽ അത് കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിക്കരുത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹാ ജാഅത്ത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവിടെ അടുത്ത് വന്നപ്പോൾ നബിനോട് പറഞ്ഞു, ലാ തൂഗി ഫലാ യുഗില്ലാഹു അലൈഹി അർലഹി മസ്തതാത്. നീ പണം ഭണ്ഡാരത്തിലാക്കി വെക്കരുത്, അള്ളാഹും അങ്ങനെ ചെയ്യും. നീ സാധ്യമാകുന്ന അത്ര ദാനം ചെയ്യാം. നീ ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചാൽ അള്ളാഹ് നിനക്ക് തരാതെ അള്ളാഹ് അവിടെ കെട്ടിപ്പൊട്ടി വെക്കും, നിനക്ക് തരേണ്ടത് തരാതെ അള്ളാഹ് വെക്കും. ഇസ്ലാമിക സമൂഹത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു ആയത്തായിരുന്നു മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അള്ളാഹ്ക്ക് നല്ല കട കൊടുക്കാൻ ആരുണ്ട് എന്നുള്ള ആയത്ത്. ഫയുളാഫുഹു
ലഹു ളാഫൻ കസീറ, അവർക്ക് ഇരട്ടി ഇരട്ടിയായി അള്ളാഹ് കൊടുക്കും. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ, അള്ളാഹു പിടിച്ചു വെക്കുകയും ചെയ്യും, വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. ഈ ആയത്ത് കേട്ടപ്പോൾ, അതായത് എത്ര അള്ളാഹ്ക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നുവോ അള്ളാഹ് ധാരാളം നൽകും. ഇരട്ടി ഇരട്ടിയായിട്ട് ഇവിടുന്ന് തന്നെ കിട്ടും. പരലോകത്തെ കാര്യം മാത്രമല്ല, ദുനിയാവിൽ തന്നെ ലഭിക്കും. ഈ ഹദീസ് കേട്ട വഴിക്ക് സഹാബാക്കളൊക്കെ ഒരുപാട് ദാനം ചെയ്തു എന്നുള്ള, അവരുടെ മുതൽ അവരുടെ സ്വത്തൊക്കെ ദാനം ചെയ്തു. എന്നിട്ട് അവരൊക്കെ ലോകത്തെ ഐശ്വര്യവാന്മാരായി മാറി. മൻദല്ലദി യുക്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. ആര് അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുത്തോ അവർക്ക് അള്ളാഹ് ഇരട്ടിയായി നൽകും, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. വേറൊരു റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാണ്, സ്വന്തം ധനത്തേക്കാൾ റസൂൽ ചോദിക്കുകയാണ്, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, സ്വന്തം മുതലിനേക്കാൾ അനന്തരാവകാശിയുടെ മുതലിനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? സ്വന്തം മുതലിനേക്കാൾ അനന്തരാവകാശിയുടെ മുതലിനെ, സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവരായി നിങ്ങളിൽ ആരുണ്ട്? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഖാലു യാ റസൂലുള്ളാഹ് മാ അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി, സ്വന്തം മുതലിനാണ് എല്ലാ ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞൊരു മറുപടി എന്താ പറഞ്ഞാൽ, ഇന്ന മാലഹു മാ കദ്ദമ, നിൻ്റെ മുതൽ എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിച്ച പൈസയാണ്, നീ ജീവിച്ച് തീർത്ത പൈസയാണ് നിൻ്റെ മുതൽ. മാലു വാരിസിഹി മാ അഖറ, നീ ഉപയോഗിക്കാതെ ഇങ്ങനെ ശേഖരിച്ചു വെച്ച പൈസ ഉണ്ടല്ലോ, അത് നിൻ്റെ അല്ലാതെ അനന്തരാവകാശിയുടെ മുതലാണ്. പലരും ഈ എടുത്തു വെച്ച പൈസനെ കുതിച്ച് നടക്കണേ, അതൊക്കെ കൂടി അനന്തരാവകാശിക്ക് കൊടുക്കും. നമ്മുടെ മുതലിനെ, അത് നമ്മുടെ മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച മുതലാണ്. ചില ആൾക്കാരൊക്കെ എത്ര പിശുക്കി എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളൊക്കെ കാശുകാരായി ഉണ്ടാവും, അപ്പോൾ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് സ്വന്തം മുതലാക്കി മാറ്റാൻ, കൊടുത്തത് നമ്മളെ മുതലാകുമല്ലോ പടലാൻ്റെ മാർഗം, അതിനുള്ളൊരു ഇതുണ്ട് വരൂല, ദാനം ചെയ്യാനുള്ളൊരു മനസ്സിട്ട് വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് മാ സുഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖത്തു ഫഖാല ല, റസൂലുള്ളാഹിനോട് ആരെത്തി ചോദിച്ചാലും ഇല്ല എന്ന് ഒരിക്കലും പറയില്ലായിരുന്നു എന്നാണ്. സദക്കയുടെ ശ്രേഷ്ഠത നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. ഒന്ന്, സദക്ക കൊടുത്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന എന്ന് പറഞ്ഞ ഭാഗത്ത് വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും, വല്ലാഹു ശക്കൂറുൻ ഹലീം. അതായത് സദക്ക കൊടുത്താൽ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, കാണാൻ പാടില്ലാത്ത കണ്ടിട്ടുണ്ടാവും, പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി. സദക്ക കൊടുത്തു കഴിഞ്ഞാൽ ഈ പാപങ്ങൾ ഒരുപാട് പുറത്തു കിട്ടും. അതുകൊണ്ടാണല്ലോ റൂഹിനെ പിടിക്കാൻ നേരത്ത് ആ മനുഷ്യൻ അള്ളാഹിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എന്നൊന്ന് പിന്തിപ്പിച്ചാൽ അസ്വത്തക വാക്കും മിനസ്സാലിഹീൻ, ഞാൻ നിസ്കരിച്ചോളാം, നോമ്പോറ്റോളാം, അതൊക്കെ ഹജ്ജ് ചെയ്തോളാം എന്നൊന്നുമല്ല പറഞ്ഞത്, അസ്വത്തക്ക, ഞാൻ സദക്ക കൊടുത്തോളാം. കാരണം കുറച്ച് നേരത്തിനല്ലേ പിന്തിപ്പിക്കുക, ആ കുറച്ച് നേരം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാവുന്നൊരു കാര്യം ദാനം ചെയ്യലാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ആ മനുഷ്യൻ പറയാം, പടച്ചോനെ എന്നൊന്ന് പിന്തിപ്പിച്ചാൽ ഞാൻ സദക്ക കൊടുത്തോളാം, വാക്കും മിനസ്സാലിഹീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറെ ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, വൈൻ തുബുദു സദഖാത്തി ഫനിഅമ്മാഹിയ വൈൻ തുഖ്ഫുഹാ തുഅൽ ഫുഖറാ ഖൈറുൽ ലക്കും വയുകഫിറു അൻകും സയ്യിആതികും. നിരവധി സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, ദാനം ചെയ്താൽ പാപങ്ങൾ പുറത്തു വരും. ദാനം ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ, വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ, തീ കത്തിയാൽ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ തീനെ കെടുത്തുക, ഇതേപോലെ സദക്ക പാപങ്ങളെ കെടുത്തിക്കളയും. അപ്പം സദക്ക കൊടുക്കുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലതാണ്. രണ്ടാമത്തത്, സദക്ക കൊടുത്താൽ മുതൽ വർദ്ധിക്കും, ദുനിയാവിലെ മുതൽ വർദ്ധിക്കും. ഇത് അള്ളാഹ് പറഞ്ഞത്, റസൂലാണ് പറയുന്നത്. ഒരാൾ സദക്ക കൊടുത്താൽ അയാളുടെ ദുനിയാവിലെ മുതൽ, അത് ചിലപ്പോൾ അയാൾ മനസ്സിലാവില്ല, വേറെ പല രീതിയിലായിരിക്കും വർദ്ധിക്കുക. മാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിനുള്ള പകരം നൽകുന്നതാണ്. അത് ചിലപ്പോൾ മക്കൾക്ക് ജോലിയായിരിക്കും, വേറെ എന്തെങ്കിലും ഐശ്വര്യമായിരിക്കും, വേറെ ഏതെങ്കിലും സമയത്തായിരിക്കും, എന്തായാലും ശരി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കിയാൽ അള്ളാഹ് നഷ്ടപ്പെടുത്തൂല, അതിന് പകരം ഇഷ്ടം പോലെ അള്ളാഹ് നൽകും. അള്ളാഹു തആല അങ്ങനെയുള്ള നമ്മളെ കാണിച്ചെന്നുള്ളത് നമ്മൾ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യണ പോലെ.
നമ്മൾ ഒരു തെങ്ങാണ് കുഴിച്ചിടുന്നത്, ഒരു തേങ്ങ, ഒറ്റ തേങ്ങയാണ് കുഴിച്ചിടുന്നത്. എന്നിട്ട് അള്ള കാണിച്ചു തരുന്ന നോക്കിയാൽ ലോകത്ത് അങ്ങനെ ഒരു ഇത് നമ്മൾ കാണൂല. ഒരു തെങ്ങുമെന്ന് എത്ര തേങ്ങ ഉണ്ടാണ് അതിൻ്റെ ആയുസ്സിൽ. ഒരു മാങ്ങയുടെ അണ്ടിയാണ് കുഴിച്ചിടുന്നത്, ഒരു ചക്കക്കുരു, ഒരു മാങ്ങയുടെ അണ്ടിയാണ് കുഴിച്ചിടുന്നത്. ആ മാവ് വലുതായി ലക്ഷക്കണക്കിന് മാങ്ങയാണ് അതിൻ്റെ ആയുസ്സിൽ ചിലപ്പോൾ തരിക. ഒരു മാങ്ങയിൽ നിന്ന് 10,000 ഉണ്ടാവുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞ മേത്ത് വീക്കുല്ലി സുംബുലത്തി മിഅത്ത ഹബ്ബ, ഓരോ കുലയിലും 100 ധാന്യങ്ങൾ. അങ്ങനെ അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ വമാ ആതൈതും മിനർ റിബാ ലിയർബൂ ബി അംവാലിന്നാസി വലാ യർബൂ ഇൻദല്ലാഹ്, നിങ്ങൾ പലിശയ്ക്ക് വേണ്ടി ചെലവാക്കിയാൽ അത് വർദ്ധിപ്പിക്കൂല. പക്ഷേ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുളൈഫൂൻ, ആ അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സദക്ക കൊടുത്താൽ അള്ളാഹു അത് ഇരട്ടി സമ്പാദിക്കുന്നവനാക്കി മാറ്റും. യംഹഖുല്ലാഹു റിബ, പലിശ അള്ളാഹ് ഇല്ലാതാക്കി, വയുർബി സദക്ക, സദക്ക അള്ളാഹ് പ്രോത്സാഹിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ ഒരു വലിയ സദക്ക കൊടുത്താലുള്ള ഒരു കാര്യം, ഇവിടെ മുതൽ വർദ്ധിക്കുന്നത് മാത്രമല്ല ഉപജീവനം വിശാലമാക്കും. അത് നമ്മളറിയില്ല, വേറെ നിലക്ക് ഉപജീവനം അള്ളാഹ് വിശാലമാക്കും. ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വയഖ്ദിറു വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യഖ്ലിഫു വല്ലാഹു ഖൈറുർ റാസിഖീൻ. റിസ്ഖ് അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം, വേറെ ഏതെങ്കിലും രീതി ആയിരിക്കാം, നമ്മളറിയില്ലേ. അള്ളാഹു തആലല്ലേ ഇതൊക്കെ നമുക്ക് ഒന്നുമില്ലാത്ത നമുക്ക് ഇത്ര മുതലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ. അല്ലെങ്കിൽ ഉള്ള മുതൽ തന്നെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ ഒരു മനസ്സവിടെ വേണം. ഒരിക്കലും മനസ്സിലാക്കരുത് സദക്ക കൊടുത്തിട്ട് മുതൽ കുറയില്ല. നാലാമത്തെ ഒരു പ്രധാന കാര്യം അതാണ്, സദക്ക കൊടുത്തിട്ട് ഒരാളെ മുതൽ കുറയില്ല. മാനക്കസമാലും മിൻ സദക്ക, ഒരാളുടെ മുതലും സദക്ക കൊടുത്ത് കുറയില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ മാ നഖസത് സദഖത്തും മിൻ മാൽ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഖിസ്സ വമാ തവാദ അഹദുൻ ഇല്ലാ റഫാഹുല്ലാഹ്. അള്ളാഹു ദാനത്തെ ദാനം ചെയ്യുന്നത് ധനത്തെ കുറക്കുകയില്ല, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ അന്തസ്സ് അള്ളാഹു വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ദാനം ചെയ്യുന്ന ആൾക്ക് ഇഹലോകത്ത് ഇതൊക്കെയാണെങ്കിലും ശരി, പരലോകത്ത് വമ്പിച്ച പ്രതിഫലമാണ് സദക്ക കൊടുക്കുന്നവർക്ക്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അവിടെ പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന് തന്നെ എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞത്, ഒരു കാരക്കയുടെ സമാനമായ വല്ലതും ദാനം ചെയ്താൽ അള്ളാഹു അതിനെ ഒരു കുതിരക്കുട്ടിയെ ലാളിച്ച് വളർത്തുന്നത് പോലെ ആ കാരക്കയെ അള്ളാഹു വലുതാക്കി മാറ്റി കൊടുക്കും എന്നാണ്. സദക്ക കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലെ ഒരുപാട് ദുഷ്ചിന്തകൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും സദക്ക കൊടുക്കുന്ന ആൾ നല്ല മനുഷ്യരായി മാറും. സദക്ക കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിർഹും വതുസക്കിഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന സദക്ക അവരിൽ നിന്ന് പിടിച്ചെടുക്കുക. നമ്മൾ ദാനം ഇങ്ങനെ കൊടുക്കും, ഒരാൾക്ക് ഇങ്ങനെ ദാനം കൊടുക്കുന്ന ആൾ മറ്റൊരാൾ ദ്രോഹിക്കൂല. കാരണം ഞാൻ എൻ്റെ പൈസ എടുത്തിട്ട് കൊടുക്കല്ലേ. ദാനം ചെയ്യുന്ന മനുഷ്യൻ ജനങ്ങളോട് നല്ല പെരുമാറ്റമായിരിക്കും, ആളുകൾക്ക് അയാളോട് സ്നേഹമായിരിക്കും, നന്മ കിട്ടും, അയാളുടെ ജീവിതം വളരെ പരിശുദ്ധമായിരിക്കും. രോഗശമനമായിട്ടും ഹദീസിൽ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ദവാഉ മർദാകും ബിസ്സദഖ, സദക്കയാകുന്ന മരുന്ന് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ശിഫയായി കിട്ടും. റസൂൽ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അള്ളാഹിൻ്റെ പ്രീതി കാണിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ ലഭിക്കുന്നതിന് കാരണമാകും. മാത്രമല്ല സദക്ക കൊടുത്തു കഴിഞ്ഞാൽ ചില സദക്കകൾ മരിച്ചാൽ പോലും ഉണ്ടാവില്ല, ജാരിയായ സദക്കകൾ. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇതാ മാത്തൽ ഇൻസാൻ യുങ്കത്താനും ഇല്ലാമിൻ സലാത്ത് എന്ന് പറഞ്ഞതിൽ ഒരാൾ മരിച്ചാൽ കർമ്മങ്ങളൊക്കെ അവസാനിക്കും 3 ഒഴിച്ചെന്ന് പറഞ്ഞതിൽ ഒന്നാമത് എണ്ണിയത് ജാരിയായ സദക്കയാണ്. ജീവിച്ചിരിക്കുമ്പോൾ എന്നെന്നും പ്രതിഫലം കിട്ടുന്ന വിധത്തിൽ, എന്നെന്നും പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല പ്രത്യേക സദക്കകൾ ചെയ്താൽ ഇയാൾ മരിച്ചാലും അതിൽ നിന്ന് നന്മകൾ കിട്ടിയിട്ട് അയാളെ പരലോകത്തേക്ക് അത് കിട്ടും എന്നാണ് പറയുന്നത്. മാത്രമല്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സദക്ക വളരെ അത്യാവശ്യമാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തുഅ്മിനൂന അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം എന്ന് പറഞ്ഞ് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ ഭാഗത്ത്
വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, സമ്പത്ത് കൊണ്ട്. അപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സദക്ക കൊടുക്കലാണ് എന്ന് പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 700-800 ഇരട്ടികളാക്കിയിട്ട് ഇത് മാറ്റുമെന്നതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ വളരെ വളരെ ഇരട്ടിയാക്കി അള്ളാഹു അത് മാറ്റിക്കൊടുക്കും എന്ന് പറയുന്നു. സ്വർഗം പ്രത്യേകം ഒരുക്കപ്പെട്ടതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ എന്ന് പറഞ്ഞ ഭക്തിയോടുകൂടി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് ഓ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിസ്കരിക്കുക മാത്രമല്ല സദക്ക കൊടുക്കുകയും കൂടി ചെയ്യുന്ന, ദാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഹദീസിലും ഖുർആനിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, നിസ്കാരത്തിൽ കാണിക്കുന്ന ഭക്തി സമ്പത്തിൻ്റെ വിഷയത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അത് കാപട്യമായിട്ട് പരിഗണിക്കപ്പെടുമെന്നതാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരത്തിൽ അള്ളാഹിനോട് ഭയങ്കര ഭക്തിയുണ്ട്, പക്ഷെ സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹിനെ അടുപ്പിക്കൂലെങ്കിൽ അസാലിമാം കൊണ്ട് പറഞ്ഞ പോലെ ലാ യഹുറങ്ക മിനൽ മർഇ ഖമീസുൻ റാക്ക, കീറി പറഞ്ഞ കുപ്പായം കണ്ടിട്ട് ഒരാൾ ഭക്തനാണെന്നും കരുതരുത്. ഔ ജബീറുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് കാല, നെറ്റിയിലെ നിസ്കാരത്തഴവ് കണ്ടിട്ടും ഭക്തനാണെന്ന് വിചാരിക്കരുത്. ഔ ജബീർ ഔ ഇസാറുൻ ഫൗക കഅബി സാക്കി മിൻ ഹുറാഫ, മുണ്ട് ഞെരിയാണ്ട മുകളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുന്ന കണ്ടിട്ട് ഇയാൾ ഭക്തനാണെന്നൊന്നും വിചാരിക്കരുത്. ഭക്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കണേ. വല ദിർഹമി ഫളുർ വയ്യുഹു വറ, ദിർഹമിൻ്റെ അവിടെ എത്തുമ്പോൾ അറിയാം, സാമ്പത്തിക വിഷയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അറിയാം ഒരാൾക്ക് ഭക്തി ഉണ്ടോ, അള്ളാനെ പേടിയുണ്ടോ പേടിയില്ല. അതായത് നിസ്കാരത്തിൽ ഭയങ്കര ഭക്തിയും നിസ്കാരമൊക്കെ, പക്ഷെ 5 പൈസ കൊടുക്കുകയില്ല, ദാനം ചെയ്യുന്നതിൽ പിശുക്കും കാണിച്ച് കൊടുക്കുന്നതിൽ അത്ര താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഈ നിസ്കാരം കാപട്യമായിട്ടായിരുന്നു സഹാബാക്കളൊക്കെ പരിഗണിച്ചിരുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ചരിത്ര ജീവിതത്തിലൊക്കെ സഹാബാക്കളുടെ ജീവിതത്തിലൊക്കെ ധാരാളം കൊടുത്തിട്ട് അവർ സ്വർഗം വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ റസൂൽ പറഞ്ഞു ആർക്കെങ്കിലും സ്വർഗം വേണമെന്ന് ചോദിച്ചു. വേണം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വേണം റസൂൽ, എന്നൊരു കാര്യം ചെയ്യും, റുമ എന്ന് പറഞ്ഞിട്ടൊരു കിണറുണ്ട്, റുമാന്നുണ്ട്, ആ കിണർ വിലക്ക് വാങ്ങിയിട്ട് ആളുകൾക്ക് കൊടുക്കുക. മുമ്പിൽ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ജൂതനാ കാശ്, ആ വെള്ളം കാശിന് വിറ്റുകൊണ്ടിരിക്കുക മദീനയിൽ. അതായത് കിണറിലെ വെള്ളം പൈസക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്, കാരണം അത്രയും ജലക്ഷാമുള്ള പ്രദേശമാണല്ലോ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു പകുതി കിണർ തരാമെന്ന് പറഞ്ഞു. 12,000 ദിർഹം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ജൂതൻ കണ്ട എന്താ പറഞ്ഞാൽ പകുതി മൂപ്പർക്കും കച്ചവടം നടത്താം, പകുതി പടി കച്ചവടം നടത്താൻ വിചാരിച്ചിട്ടാണ് ഈ പകുതി വിറ്റ. മൂപ്പർ 12,000 കൊടുത്ത ആ കിണർ വാങ്ങിയിട്ട് ഈ കിണറിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആക്കി ആളുകൾക്ക് വിട്ടുകൊടുത്തു. അതോടുകൂടി ജൂതൻ്റെ കച്ചവടം മുടങ്ങി. കാരണം ഇത് ഫ്രീ ആയിട്ട് പുറത്തുനിന്ന് കോരാൻ കിട്ടല്ലേ. അവസാനം ജൂതൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിന്നാലെ ഓടി നടക്കലായി. ആ ബാക്കിയും കൂടി വാങ്ങി, എന്നിട്ട് 8,000 ദിർഹം കൂടി കൊടുത്ത് 20,000 ദിർഹം കൊടുത്ത് ആ കിണർ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ആ കിണറിനാണ് അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു സ്വർഗത്തിലാണ്. മൻസല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം തോട്ടവും ഇതെല്ലാം കൊടുത്ത ആൾക്കാരുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുഴുവൻ മുതലെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു പകുതി കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ സ്വന്തം പിശുക്കി ജീവിച്ചിട്ടാണ്, പിശുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചിട്ട് ധാരാളം കൊടുക്കുക ചെയ്തത്. നമ്മളിങ്ങനെ ലാവിഷായി ജീവിച്ചിട്ട് എന്തോ ഇടയ്ക്ക് കൊടുക്കണമല്ല. അതാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു സഹാബിനെ റസൂൽ പറഞ്ഞയച്ചു. നബി ഇത്തിരി പ്രയാസപ്പെടുന്ന അദ്ദേഹം തരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വീട്ടിൽ ചെറിയ നക്കാപ്പിച്ച വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചിലവാക്കിയതിൻ്റെ ഒക്കെ വഴക്കുകളാണ് കേൾക്കുന്നത്. വലിയൊരു സഹായം തേടാൻ പോയ വീട്ടിൽ ചെറിയ ഇത് ചിലവാക്കിയതിൻ്റെ പ്രശ്നങ്ങളാണ് വീട്ടിൽ ചെറിയ സംസാരമൊക്കെ ഇട്ട്. അപ്പം ഇങ്ങനത്തെ ആളോട് ഇനി സദക്ക ചോദിച്ചിട്ട് എന്താണെന്ന് കരുതി ആ സഹാബി തിരിച്ചു മടങ്ങി. സഹാബി വരുന്ന റസൂൽ അബ്ദുറഹ്മാൻ അഫിനോട് പറഞ്ഞിരുന്നു. ആളെ കാണാതായപ്പോൾ അബ്ദുറഹ്മാൻ അഫ് പ്രഭുയുടെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ആളെ കണ്ടു, എന്തേ പരാജയം ചോദിച്ചപ്പോൾ ഞാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഈ ജാതി വർത്താനൊക്കെ കേട്ടോ, പിന്നെ നിങ്ങളോട് സദക്ക ചോദിച്ചിട്ട് എന്താ, അങ്ങനെ ഞാൻ മടങ്ങിയതാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ അഫ് പറഞ്ഞു അതൊക്കെ നമ്മുടെ വീട്ടിലെ ചെറിയ സൂക്ഷ്മതയുടെ വർത്താനങ്ങളാണ്. നിങ്ങൾക്കുള്ള ഒരു കിഴി ഞാൻ കരുതിയിട്ട് സ്വർണത്തിൻ്റെ കിഴിയായിരുന്നു. ആ സ്വർണത്തിൻ്റെ കിഴിയാണ് അദ്ദേഹം അവർക്ക് കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്ദുറഹ്മാൻ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എന്തെങ്കിലും ഒരു വഴി തരണേ. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ കച്ചവട സംഘം വന്നപ്പോൾ മദീനയിലെ കച്ചവടക്കാരൊക്കെ ഇറച്ചി കയറി ചെന്ന് 10-ന് 12 തരാം, 13 തരാം, 15 ബാർട്ടർ സിസ്റ്റമാണല്ലോ, 15 തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ പറയുകയാണ് ഒരാൾ എനിക്ക് 10-ന് 100-ലേറെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിട്ടിരിക്കുന്നത്.
അപ്പോൾ ആരാണ് മദീനയിലെ ആ കച്ചവടക്കാരെന്ന് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുതൽ മുഴുവൻ, അതായത് വലിയൊരു കച്ചവട സംഘമാണ്, ഒരുപാട് ഒട്ടകപ്പുറത്ത് വന്ന ചരക്കുകൾ മുഴുവൻ അദ്ദേഹം മദീന നിവാസികൾക്ക് ദാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് അവസാനം അവിടെ വലിയ ചർച്ചയായിരുന്നു സഹാബാക്കൾക്കിടയിൽ. ഈ മുതലുള്ള ആൾക്കാർ ഇതിങ്ങനെ കാശ് ചിലവാക്കിയിട്ട് സ്വർഗം മേടിക്കുന്നത് എന്ത് പരിപാടിയാണെന്നുള്ള ചർച്ച വരെ വന്നു എന്നുള്ള ആലോചിച്ച് നോക്കിയെങ്കിൽ. നമ്മളിവിടെ നേരെ ചർച്ചയല്ലേ, വേറെ ചർച്ച വരിക, ഇവരെന്താ കാശ് തരാത്തതെന്നുള്ള ചർച്ച. പക്ഷേ സഹാബാക്കൾക്കിടയിലുള്ള ചർച്ച കുറേ പാവങ്ങളായ സഹാബാക്കൾ സംഘടിച്ച് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ, അതായത് റസൂലെ, നമ്മുടെ കൂട്ടത്തിൽ കാശുള്ളവർ കാശ് ഇങ്ങനെ ചിലവാക്കി അവർ സ്വർഗം പേടിക്കുക, ഞങ്ങളിൽ ചിലവാക്കാനൊന്നുമില്ല. ആ ചർച്ചയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ ഗ്രാഹം ചെയ്തോളി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറും 33 ചൊല്ലിക്കോളിന്ന്. അങ്ങനെ അവർ അത് ചെല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് നിസ്കാരത്തിൽ ഇപ്പോൾ നമ്മൾ ചെല്ലണം ആദ്യം തുടങ്ങിയത്. അവരെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ മലയാളിമാരും ചെല്ലാൻ തുടങ്ങി, കാശുള്ളവരും ചെല്ലാൻ തുടങ്ങി. അപ്പം ഇനി അവർ കേസായിട്ട് വന്നു, റസൂലത്ത് അവരും ചെല്ലുകയാണ്, പിന്നെ ഞങ്ങളെന്താ ചെയ്യുക? അപ്പോൾ റസൂൽ അണപ്പല്ല് കാട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, അത് സാറില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിൽ അവർ മത്സരിക്കുകയും, കാരണം അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇത് കൊടുത്താൽ ഇവിടെ ഐശ്വര്യം ഉണ്ടാവും, പരലോകത്ത് അള്ളത് ഉറപ്പിച്ചു തരും. ആ ഉറപ്പിക്കലിലേക്കാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെ എന്തായാലും ശരി, അള്ളാഹിൻ്റെ മാർഗത്തിൽ സദക്ക കൊടുത്താൽ നഷ്ടപ്പെടില്ല എന്ന് വിശ്വാസമുള്ള ആളുകൾക്ക്, അത് ചില ആളുകളൊക്കെ നമുക്കറിയാം, നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ചിലരിങ്ങനെ കൊടുക്കുന്നതാണ്. ആ ആൾ കൊടുത്തിട്ട് ഒരു മനുഷ്യന് തൊലഞ്ഞിട്ടില്ല കേട്ടോ, ദാനം ചെയ്തിട്ട് ഒരു മനുഷ്യന് തൊലഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരാളെയും കാണിച്ചു തരാൻ പറ്റില്ല. സദക്ക കൊടുത്ത് തൊലഞ്ഞു പോയൊരു മനുഷ്യനെ കല്യാണം നടത്തി തൊലഞ്ഞിട്ടുണ്ട്, ലോട്ടറി എടുത്ത് തൊലഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ വീടുണ്ടാക്കിയിട്ടും മതിലുണ്ടാക്കിയിട്ടും തൊലഞ്ഞിട്ടുണ്ട്, വണ്ടി മേടിച്ച് തൊലഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ സദക്ക കൊടുത്ത് തൊലഞ്ഞു പോയൊരു മനുഷ്യനെ നിങ്ങൾ കാണില്ല. സദക്ക കൊടുത്ത് ഐശ്വര്യവാനായ മനുഷ്യന്മാരെ കാണാൻ പറ്റുള്ളൂ. കാരണം അത് അല്ലാഹ് പറഞ്ഞതാ. ആ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കോപം ഇല്ലാതാകാൻ അള്ളാഹിൻ്റെ കോപത്തെ തണുപ്പിച്ച് കളയുന്നതാണ് സദക്ക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മഹ്ശറിൽ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞത്, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത് കൈ പോലും അറിയാത്ത വിധം ദാനം ചെയ്യുന്ന, അഥവാ സദക്ക കൊടുക്കുന്ന ആളുകൾക്ക് മഹ്ശറിൽ തണലുണ്ടാണ്. പക്ഷെ അതിലൊരു പ്രയോഗം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിഞ്ഞിട്ടില്ല. അള്ളാഹുടെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച് ദാനം ചെയ്യാൻ നമുക്ക് കഴിയണം. വാങ്ങുന്ന ആളുകൾ പോലും വിചാരിക്കരുത് ഇത് എൻ്റെ മുതലാന്ന് വിചാരിക്കും. കാരണം നമ്മളെ മുതലല്ലേ, അള്ളാഹുടെ മുതലേ നമ്മൾ എടുത്ത് കൊടുക്കണതാണ്. നമുക്കൊരൊറ്റ ആഗ്രഹമേ ഉണ്ടാവുള്ളൂ, ഈ വാങ്ങണോ പോലും ഇയാൾ വലിയ ധർമ്മിഷ്ഠരാണ്, വലിയ ആളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. പരമാവധി രഹസ്യമായും പൊതുസംഘത്തെയും ഏൽപ്പിച്ചുകൊണ്ട് സദക്ക കൊടുക്കാൻ നമുക്ക് കഴിയണം. പരമാവധി രഹസ്യമായി. അങ്ങനെ കുറേ പരസ്യമായിട്ട് കൊടുക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്, അങ്ങനെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് സദക്കയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കൊടുക്കാം. പക്ഷെ പരമാവധി മറ്റാരും അറിയാത്ത വിധം ആളുകളിലേക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയണം. ചിലപ്പോൾ നമ്മളെ പിശാചി നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം, പിന്നെ വല്ലാതെ കൊടുത്താൽ തൊലഞ്ഞു പോകും, പൈസ ഇല്ലാതാവും. പിശാചിൻ്റെ ഒരു മുഖ്യ പരിപാടി അതാണ്. പിശാചി യുഹബ്ബിഫു ഔലിയാഅഹു, പിശാചി അവൻ്റെ ആൾക്കാരെ പേടിപ്പിക്കും, ഫഖർ പേടിപ്പിക്കും, ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. നമ്മളതിൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും പറഞ്ഞു ഇതൊക്കെ കൂടി കൊടുത്താൽ ദാരിദ്ര്യമാവൂലേ, നമുക്കല്ല പേരക്കുട്ടിക്ക് ദാരിദ്ര്യമാവൂലേ എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കുക. ആ പിശാചിൻ്റെ പ്രേരണയിൽ പെട്ടുപോകരുത്. പിശാചിനെ അപ്പം ഓടിക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ഐശ്വര്യം ഉണ്ടാവും. കാരണം പിശാച് ഈ അള്ളയാണ് റാസിക്കെങ്കിൽ, അള്ളയാണ് നമുക്ക് അന്നം തരുന്നതെങ്കിൽ എന്തിന് ദാരിദ്ര്യത്തിനെ പേടിക്കണം? അള്ളാഹു തആലല്ലേ ഈ പക്ഷികൾക്കും പറവുകൾക്കും മീനുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണേ. അതേസമയം അള്ളാഹു തആല സംഗതി ഒന്ന് തിരിച്ചു വിട്ടാലോ, നമ്മൾ കഴിഞ്ഞ 2 തലമുറ ഒരു തലമുറ മുകളിലുള്ള ആളുകൾ നമ്മളെക്കാൾ കഷ്ടപ്പാടായിരുന്നില്ലേ, പട്ടിണിയായില്ലേ? പക്ഷേ അള്ളാഹു തആല നമുക്ക് ഐശ്വര്യം തന്നു. ഈ ഐശ്വര്യം എന്നൊന്നും നിലനിൽക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്? എന്തൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? പിടിച്ചു പറയും വൻകിട രാഷ്ട്രങ്ങൾ. ഇപ്പോഴും ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഏതാനും മുതലാളിമാരെ കയ്യിലല്ലേ, എല്ലാം അങ്ങനെ കേന്ദ്രീകരിക്കല്ലേ. എന്നിട്ട് ആ സാമ്പത്തിക വിശുദ്ധി, ഇസ്ലാം പറഞ്ഞ സാമ്പത്തിക വിശുദ്ധി കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ വർഗീയ വർത്തമാനം ഉണ്ടല്ലോ. ഈ വർഗീയ വർത്തമാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം മലപ്പുറം ജില്ലയിൽ കുറച്ച് ഈ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, മദ്യം കുറവാണ്. കേരളത്തിലെ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ 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 കുറവാണ് മുസ്ലിം സമുദായത്തിലെ മദ്യം. അതേപോലെ തന്നെ ചൂതാട്ടം, ഇതുപോലുള്ള ചില സംഗതികൾ, ഇതൊക്കെ ആണ് ഇപ്പോൾ ഒരു സാമ്പത്തിക കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുസ്ലിം സമൂഹം ഐശ്വര്യപൂർണ്ണമായ സമൂഹമായിട്ട് മാറും.
അതുപോലെ തന്നെ പാവങ്ങളായ ആളുകൾക്ക് ഈ സമൂഹത്തിൽ ഐശ്വര്യമുണ്ട്. എത്ര ആളുകൾ പറയുന്നത്? കാരണം സദക്ക കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കണം, കുറച്ചും കൂടി കാര്യക്ഷമമാക്കണം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പക്ഷേ ശരിക്കും നമ്മൾ സക്കാത്തും സദക്കയും കൂടി വർദ്ധിപ്പിച്ചാൽ ഈ സമൂഹത്തിൽ ഐശ്വര്യമുള്ള ആളുകളുണ്ടാവും. ഈ ഇസ്ലാമിൻ്റെ നന്മകളെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. അതുകൊണ്ട് പരമാവധി കൊടുത്തത് അവിടെ ബാക്കിയാവും, തിന്നതും കൊടുത്തതൊക്കെ ദ്രവിച്ചു പോകും. നമ്മൾ തിന്നത് മലമായിട്ട്, ഒന്നാലോചിച്ച് നോക്കിയേ, തിന്നത് മലമായിട്ടാണ് മാറുന്നത്, കൊടുത്തതോ പൊന്നായിട്ടാണ് മാറുന്നത്. നമ്മൾ തിന്നൊരു ബിരിയാണി അത് പിന്നീട് മലമായിട്ടല്ലേ മാറുന്നത്, നമ്മൾ കുടിച്ച ജ്യൂസും മൂത്രമായിട്ടല്ലേ മാറുന്നത്. അതേസമയം നമ്മളൊരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തത്, നമ്മളൊരാൾക്ക് വിഭവങ്ങൾ കൊടുത്തത് നമ്മുടെ അക്കൗണ്ടിൽ വലിയ സംഗതിയായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ആ മനസ്സിന് ആ പിശുക്കിനെ കണ്ട് മാറ്റിയിട്ട് ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സ് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പൗലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, അയാൾ വിജയിച്ച ആളാണ്, ഭാഗ്യവാനാണ്. ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമത് എന്നെയും തുടർന്ന് നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.